ഹലോ പ്രിയപ്പെട്ടവരെ, പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിന്റെ അടുത്ത ക്ലാസ് ഇന്ന് നടക്കുന്നു. അത് ഗുഡ്വില്ലായിട്ട് ബന്ധപ്പെടുന്നതാണ്. ഓക്കെ, കഴിഞ്ഞ 2 ക്ലാസ്സിലും നമ്മൾ ഗുഡ്വിൽ, അതായത് ന്യൂ പാർട്ട്ണർ ബിസിനസ്സിലോട്ട് വരുന്നു, അദ്ദേഹം അതിന്റെ ഭാഗമായിട്ട് ഗുഡ്വിൽ കൊണ്ടുവരുന്നു. ആ ഗുഡ്വില്ലിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ 2 മെത്തേഡ് 2 ക്ലാസ്സിലായിട്ട് പഠിച്ചത്. ഓക്കെ, ഇന്ന് പഠിക്കുന്നത് അതിന്റെ മറ്റൊരു രീതിയാണ്. അതായത് ഗുഡ്വിൽ കൊണ്ടുവരുന്നു, സ്വാഭാവികമായിട്ട് ആ കൊണ്ടുവരുന്ന ഗുഡ്വില് അവര് ബുക്കിൽ കാണിക്കാതെ അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കാണിക്കാതെ എന്ത് ചെയ്യുന്നു, അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണിക്കാതെ എന്ത് ചെയ്യുന്നു, അവര് പേഴ്സണലി അതങ്ങ് വിഡ്രോ ചെയ്യുന്നു. ചിലപ്പോൾ ഫുൾ എമൗണ്ട് കൊണ്ടുവരുന്നു, പേഴ്സണലി വിഡ്രോ ചെയ്യും, ചിലപ്പോൾ അതിന്റെ ഒരു പാർഷ്യൽ ആയിരിക്കും വിഡ്രോ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്ക് വിഡ്രോൺ. അപ്പോൾ ആദ്യം തന്നെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം അക്കൗണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെയല്ലേ നമ്മൾ ജേണൽ എൻട്രി എഴുതിയിട്ടുള്ളത് ഗുഡ്വിൽ കൊണ്ടുവരുമ്പോൾ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഗുഡ്വില്ലിനെ, അതായത് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ഇതുവരെ എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തെ കേസസിലൊക്കെ നമ്മൾ എഴുതിയിട്ടില്ലേ. ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗുഡ്വിൽ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അത് എന്തുണ്ട്, ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിലേക്ക് കിട്ടുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ ക്യാപിറ്റൽ ഇതുപോലെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും ഗുഡ്വിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് എഴുതും, ഒറ്റയടിക്കാൻ അതിന്റെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് തന്നെ എഴുതും. നോക്കിക്കോ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഓക്കെ, ഇങ്ങനെ തന്നെ എഴുതും ആര്, ന്യൂ പാർട്ട്ണർ ഗുഡ്വിൽ കൊണ്ടുവരുമ്പോൾ. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഇതിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അവർ വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ കൂടിയ സാധനം എന്ത് ചെയ്യുന്നത്, അവരങ്ങ് വിഡ്രോ ചെയ്യുന്നത്. അപ്പം ഗുഡ്വിൽ എവിടെയും കാണൂല. അപ്പൊ എന്ത് ചെയ്യണോ, ഇത് കുറച്ചിട്ട് കാണിക്കണമെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അതായത് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ എന്താണോ ജേണൽ എൻട്രി എഴുതിയത് അതിന് നേരെ ഓപ്പോസിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അത് ആ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള രൂപത്തിലായി. പേഴ്സണലി എടുത്തു കൊണ്ടുപോകുമ്പോൾ പിന്നെ ബുക്ക് കാണിക്കണ്ടല്ലോ. അപ്പൊ ശരിക്ക് ബുക്കിന്റെ അകത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഗതി നടന്നായിട്ട് കാണുകയില്ല എന്നല്ല, അതിന്റെ ഒരു റിഫ്ലക്ഷൻ, ഒരു എഫക്ട് വന്നിട്ടുണ്ടാവില്ല. കാണും, ജസ്റ്റ് കൊണ്ടുവന്നു വിഡ്രോ ചെയ്തു. പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഒന്നാമത്തെ കേസിൽ നമ്മൾ എന്താ പഠിച്ചേ, ഇങ്ങനെയുള്ളത് എഴുതേയില്ല. പ്രൈവറ്റ്ലി ഞാൻ കൊടുക്കുന്നുണ്ട്, ഇവിടെ കൊണ്ടുവരുന്നു എന്ന് കാണിക്കുന്നു, എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, അത് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ള കേസ് വരുമ്പോഴാണ് കൊണ്ടുവരുന്നതിന്റെ എൻട്രി ഇങ്ങനെ വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഈ കൊണ്ടുവന്നതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഇവിടെ കൊണ്ടുവരുമ്പോൾ ക്യാപിറ്റൽ കൂടുന്നു, ആ കൊണ്ടുവന്ന ക്യാപിറ്റൽ ഇവിടെ കുറയുന്നു, ക്യാഷ് ആയിട്ട് ബിസിനസ് നിന്ന് ഔട്ട് ആവുന്നു അല്ലെ, ആ കൊണ്ടുവന്ന ക്യാഷ്. ഓക്കെ, ഇതാണ് തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനൊരു കാര്യം ഇവിടെ പറയട്ടെ, നിങ്ങൾക്ക് ഇതേ എൻട്രി തന്നെ ഇവിടെ എഴുതിയിട്ടുള്ളത്. സത്യത്തിൽ നിങ്ങൾ നോക്ക്, ഞാൻ ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം എന്ന് എഴുതുന്നു അയാൾ കൊണ്ടുവരുന്ന കേസിൽ. ഈ മൂന്നാമത്തെ കേസസിൽ രണ്ടാമത്തെ കേസ് പോലെ തന്നെ നമ്മൾ ഇത് ജേണൽ എൻട്രി എഴുതുന്നതായിരിക്കാം. ഇനി എന്ത് ചെയ്യുന്നത്, പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എഴുതുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ, ക്യാഷ് ഇങ്ങോട്ട് വന്നു, പ്രീമിയം ആണ്. ആ പ്രീമിയം ഇവിടെ ക്രെഡിറ്റ്, അതേ പ്രീമിയം ഇവിടെ ഡെബിറ്റ് ആകുന്നു. അപ്പോൾ പ്രീമിയം ക്രെഡിറ്റ് ആയത് ഡെബിറ്റ് ആയത് അത് ക്യാൻസൽഡ് ആവും ഓട്ടോമാറ്റിക്കലി. പിന്നെ അവിടെ ബാക്കിയുള്ള എന്താ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഓക്കെ, സംഭവം നോക്ക്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, അത് തന്നെയല്ലേ ബാലൻസ് ആയിട്ട് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ തന്നെയാണ് ഈ എഴുതിയത്, പക്ഷെ അത് ഒരു സ്റ്റെപ്പ് കൂടുതൽ എഴുതിയിട്ടാണ് ഇത് ചെയ്യുന്നത്, മറ്റൊരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട്. അപ്പോൾ ഗുഡ്വിൽ എന്നുള്ള സാധനം ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് റിഫ്ലക്റ്റഡ് ആയി. ഇനി എന്ത് ചെയ്യുന്നു, അത് നമുക്ക് അവിടുന്ന് ഒഴിവാക്കണം, കാരണം ഹീസ് വിത്ഡ്രോൺ ദാറ്റ് പോർഷൻ ഓഫ് ഗുഡ്വിൽ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ശരിക്ക് ഇതുവരെ ചെയ്ത പോലെ തന്നെ ഒരു എക്സ്ട്രാ ജേണൽ എൻട്രി അവിടെ വരുന്നു എന്നേ ഉള്ളൂ. ആ എക്സ്ട്രാ വരുന്നത് ഇതാണ്. അപ്പൊ അത് മാത്രം പഠിച്ചാൽ മതി. നാലാമത്തെ മെത്തേഡ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നോക്ക്, നാലാമത്തെ മെത്തേഡ് പ്രീമിയം ബ്രോട്ട് ഇൻ കൈൻഡ്. ഇതെന്താണ്, ഇപ്പൊ നമുക്ക് ക്യാഷ് ആയിട്ടല്ലേ ഗുഡ്വിൽ കൊണ്ടുവന്നത് ന്യൂ പാർട്ട്ണർ. ഇനി ഇവിടെ നോക്ക്, ഇൻ കൈൻഡ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ആയിട്ട് ഗുഡ്വിൽ ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്നു എന്നാണ്. അതായത് ചിലപ്പോൾ ഡെപ്റ്റേഴ്സിന്റെ പൈസ, അല്ലെങ്കിൽ സ്റ്റോക്ക്, അല്ലെങ്കിൽ മെഷീനറി, ലാൻഡ്, ബിൽഡിങ്, വെഹിക്കിൾ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അസറ്റ് ആയിട്ടായിരിക്കും അദ്ദേഹം ഗുഡ്വിൽ ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്നത്.
തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്, ക്യാഷ് അല്ല ഇവിടെ അസറ്റ് ആയിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ക്യാഷിന് സ്ഥാനത്ത് ആ അസറ്റ് എഴുതിയാൽ മതി. സാധാരണ പോലെ ഗുഡ് വിൽ കൊണ്ടുവരുമ്പോൾ എങ്ങനെ എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഗുഡ് വിൽ എന്നുള്ളതിന് പകരം ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു പ്രീമിയം എന്നുള്ളതിന് പകരം എന്ത് വരിക? അസറ്റ് അക്കൗണ്ട് അറ്റ് ടു പ്രീമിയം. അസറ്റ് അക്കൗണ്ട് അറ്റ് ടു പ്രീമിയം ഇത് തന്നെ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രീമിയം പിന്നെ ക്യാപിറ്റലിലേക്ക് മാറ്റുന്ന ആരുടെ? ഓൾഡ് പാർട്ട്നേഴ്സിന്റെ. സ്വാഭാവികമായിട്ടും പ്രീമിയം ഒന്നും മാറ്റമില്ല, അതൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ. അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഓക്കെ, ആകെ ഇവിടെ മാറുന്ന എന്തേ ഉള്ളൂ? ക്യാഷിന് പകരം അസറ്റായി പ്രീമിയം കൊണ്ടുവരുന്ന സാധാരണ എൻട്രി. എന്നിട്ട് എന്ത് ചെയ്യുന്ന? പ്രീമിയത്തിനെ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിലേക്ക് മാറ്റുന്ന സാധാരണ എൻട്രി. ഒരു വ്യത്യാസവും ഇവിടെ ഇല്ല. ക്ലിയർ? അപ്പൊ ഇതാണ് പ്രീമിയം ബ്രോട്ട് ഇൻ കൈൻഡ്. ഇൻ കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ദി ഫോം ഓഫ് അസറ്റ്. പ്രീമിയം ബ്രോട്ട് ഇൻ ദി ഫോം ഓഫ് അസറ്റ്. ഓക്കെ, നെക്സ്റ്റ് ആ ഒരു സംഗതിയും അവിടെ കംപ്ലീറ്റഡ് ആയി. ഇനി നമുക്ക് അടുത്ത മെത്തേഡ്, അഞ്ചാമത്തെ വേറൊരു മെത്തേഡ് നോക്കാം. ശരി, നോക്ക്, നമുക്ക് അഞ്ചാമത്തെ മെത്തേഡ് നോക്കാം. പ്രീമിയം ബ്രോട്ട് ഓൺലി എ പോർഷൻ. എടാ, നമുക്ക് പുതിയ പാർട്ട്ണർ ബിസിനസ്സിലോട്ട് വരുമ്പോൾ അദ്ദേഹം ആക്ച്വലി കൊണ്ടുവരേണ്ട ഒരു പ്രീമിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം ആ ഫുൾ എമൗണ്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അതിന്റെ പകുതിയോ അല്ലെങ്കിൽ അതിന്റെ ചെറിയൊരു പോർഷനെ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ. ആ സിറ്റുവേഷനാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. പ്രീമിയം ബ്രോട്ട് ഓൺലി എ പോർഷൻ. ക്യാഷ് ആയിട്ട് തന്നെ കൊണ്ടുവരുന്നത്, പക്ഷെ ആ പറഞ്ഞിട്ടില്ല ഇത്ര കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20,000 കൊണ്ടുവരണം എന്ന് പറഞ്ഞു വിചാരിക്കാം. പക്ഷെ 10 റുപ്യ എൻ്റെ അടുത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു 16,000 എനിക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനാണ് ആക്ച്വലി എന്ത്? ഈ സിറ്റുവേഷൻ. നോക്കിക്കോ, നമുക്ക് ഇവിടെ ഒരു കണക്ക് പോലെ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്ന ഈ ഇതില് പിയും എസും ആണ് ബിസിനസ്സിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ റേഷ്യോ 3:2 ആണ്. ഇനി ടി എന്ന് പറയുന്ന ഒരു ന്യൂ പാർട്ട്ണറാണ് ബിസിനസ്സിലോട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 1/4 ആണ്. അതായത് ഇനി ഭാവിയിൽ അദ്ദേഹം വന്നതിന് ശേഷം ബിസിനസ്സിൽ ലാഭം കിട്ടുകയാണെങ്കിൽ 1/4 ഭാഗം അദ്ദേഹത്തിന് കിട്ടും, 25% പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ ഭാഗമായിട്ട് ക്യാപിറ്റൽ ടി കൊണ്ടുവരുന്ന എത്രയാ? ക്യാപിറ്റൽ ടി കൊണ്ടുവരുന്നത് 1 lakh ആണ്. ഓക്കെ, അതുപോലെ ഗുഡ് വിൽ അദ്ദേഹം കൊണ്ടുവരേണ്ട എത്രയാ? 16,000 ആണ്. പക്ഷേ അദ്ദേഹം എത്രയേ ഗുഡ് വിൽ കൊണ്ടുവരുന്നുള്ളൂ? 10,000 കൊണ്ടുവരുന്നുള്ളൂ. ഒരു 6,000ന്റെ ഷോർട്ടേജ് അവിടെ ഉണ്ട്. അതല്ലേ നമ്മളിപ്പം പറഞ്ഞേ, കംപ്ലീറ്റ് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിലാണ് അദ്ദേഹം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഈ ജേർണൽ എൻട്രി നമുക്ക് എങ്ങനെ പാസ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ആ കൊണ്ടുവരുന്ന ജേർണൽ എൻട്രി കംപ്ലീറ്റ് അങ്ങ് എഴുതുക. ഓക്കെ, നോക്കാം എങ്ങനെ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ടീസ് ക്യാപിറ്റൽ ടു പ്രീമിയം. അപ്പോ പ്രീമിയം എത്രയാ കൊണ്ടുവരുന്ന എമൗണ്ട് ആണ് എഴുതേണ്ടത്. കൊണ്ടുവരുന്ന എത്രയേ ഉള്ളൂ? 10,000 കൊണ്ടുവരുന്നുള്ളൂ. ഓക്കെ, ഇവിടെ 10,000. ഇനി ക്യാപിറ്റൽ എത്രയാ കൊണ്ടുവരുന്നത്? 1 lakh. അപ്പോൾ 1,10,000. ഇതാണ് ഫസ്റ്റ് ജേർണൽ എൻട്രി. ഓക്കെ, ക്യാഷ് കൊണ്ടുവരുന്നു, അതിൽ ക്യാപിറ്റൽ 1 ലക്ഷമാണ്. ആ കൊണ്ടുവന്ന ക്യാഷിൽ പ്രീമിയം 10,000 ആണ്. ശരിക്കും 10,000 അല്ലേ അദ്ദേഹം കൊണ്ടുവരേണ്ടത്? 16,000 കൊണ്ടുവരണം. പക്ഷേ അദ്ദേഹം കൊണ്ടുവരുന്നതിന്റെ എൻട്രി എഴുതാൻ നോക്കുമ്പോൾ നമുക്ക് കൊണ്ടുവന്ന പൈസ എത്രയാണ്? 10,000 ഉള്ളൂ. അത് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ക്ലിയർ? ഇനിയാണ് രണ്ടാമത്തെ ഘട്ടമാണ് ചെറിയ ചേഞ്ച് ഉള്ളത്. നോക്കിക്കോ, സാധാരണ നമ്മൾ ഇങ്ങനെ ഗുഡ് വിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എന്താ ചെയ്യുക? ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുക ചെയ്യുക, സാക്രിഫൈസിങ് റേഷ്യോയിൽ മാറ്റുക ചെയ്യുക സാധാരണ രീതിയിൽ. നോക്കിക്കോ, ഇവിടെ ഇപ്പോ പ്രീമിയം അങ്ങനെ തന്നെ മാറ്റുക നമ്മൾ. പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണോ? ഓൾഡ് പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്. അപ്പോ ഇവിടെ അതിന്റെ മുന്നേ ചെറിയൊരു ഷോർട്ടേജ് സംഭവിച്ചിട്ടുണ്ട്. ഒരു 6,000 ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ അദ്ദേഹം അത് കൊണ്ടുവന്നിട്ടില്ല എന്ന് കരുതിയിട്ട് നമ്മൾ അത് പോയിക്കോട്ടെ, എനിക്ക് കൊണ്ടുവരണ്ട, അത് കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ആ പൈസ അദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് പിടിച്ചേ മതിയാവുള്ളൂ. കാരണം നമ്മൾ ബിസിനസ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ പ്രീമിയത്തിന് ഒരു വിലയിട്ട് ആ വില അദ്ദേഹത്തിനോട് കൊണ്ടുവരാൻ പറയുമ്പോൾ ഐ എം നോട്ട് ഇൻ എ പൊസിഷൻ ടു ബ്രോട്ട് ദാറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അത് പിടിക്കണം. അപ്പോൾ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിൽ നമുക്ക് 1 lakh കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ആ ക്യാപിറ്റലിൽ നിങ്ങൾ പിടിക്കുക. എത്ര? ആ 6,000. അപ്പൊ ക്യാപിറ്റൽ കുറയണമല്ലോ. ഇപ്പൊ നിലവിൽ ക്യാപിറ്റൽ ക്രെഡിറ്റ് ഉള്ളത് 1 lakh. അപ്പോൾ ക്യാപിറ്റൽ കുറയണം 6,000. അപ്പൊ എന്ത് ചെയ്യണോ? ഈ ക്രെഡിറ്റിലെ ക്യാപിറ്റലിനെ ഡെബിറ്റിലേക്ക് വരണം. അപ്പോ ടീസ്
ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. അപ്പൊ പ്രീമിയം നേരത്തെ കൊണ്ടുവന്നത് 10,000 ആണ്. ഇനി ഈ ടീന്റെ ക്യാപിറ്റലിന് നമ്മൾ പിടിക്കുന്നു, അതുകൊണ്ടാണ് ടീന്റെ ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് ചെയ്ത് ആ പിടിക്കാൻ പോകുന്ന പൈസ 6,000 ആണ്. ക്ലിയർ? രണ്ടും ഡെബിറ്റ് വരും. എന്നിട്ട് എന്ത് ചെയ്യണോ? ഈ 16,000 എന്ന് പറയുന്ന ഗുഡ്വില്ലിനെ നമുക്ക് എങ്ങോട്ട് മാറ്റണോ? ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റണം. അത് സാക്രിഫൈസിംഗ് ഉണ്ടെങ്കിൽ ആ റേഷ്യോ മാറ്റുക, ഇല്ലെങ്കിൽ ഓൾഡ് റേഷ്യോ തന്നെ മാറ്റിയാൽ മതി അല്ലെ. ടു ആരൊക്കെയാ? പിയും എസും. പീസ് ക്യാപിറ്റൽ ടു എസ് ക്യാപിറ്റൽ എത്രയാ? 16,000 3:2 ഡിവൈഡ് ചെയ്യുക. 16,000 ഇൻറ്റു 3/5 അതാണ് വരിക. 16,000 ഇൻറ്റു 3/5 നിങ്ങൾ നോക്ക്. അപ്പോൾ 9,600 6,400 എന്നാണ് ആൻസർ കിട്ടുക. 9,600 6,400 9 6 5 1 16 10 6 16 അല്ലേ? ഇതാണ് ജേണൽ എൻട്രി വരിക. അപ്പൊ ഇത് ഏത് സിറ്റുവേഷനാ? ഗുഡ്വില് കൊണ്ടുവരാൻ പറയുന്നു, പക്ഷെ കൊണ്ടുവരുന്ന ഗുഡ്വില് കംപ്ലീറ്റഡ് ആവുന്നില്ല. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് 16,000 രൂപ ഗുഡ്വിലായിട്ട് കൊണ്ടുവരാനാണ്, പക്ഷെ അദ്ദേഹം 10,000 കൊണ്ടുവരുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും 6,000 ഷോർട്ടേജ് അവിടെ ഉണ്ടാകുന്നു. ആ 6,000 ഷോർട്ടേജ് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ ക്യാപിറ്റലിൽ നിന്ന്, അദ്ദേഹം കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് പിടിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാപിറ്റലിൽ നിന്ന് പിടിക്കുമ്പോൾ ക്യാപിറ്റൽ കുറയണം. സോ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം 6,000 ക്യാപിറ്റൽ ഡെബിറ്റ് ആയി. ഓൾറെഡി കൊണ്ടുവന്നിരിക്കുന്ന 10 6 16 കിട്ടി. ഇനി അതെങ്ങോട്ട് പോകണം? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഓൾഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള പി അതുപോലെ എസ് അവരുടെ ക്യാപിറ്റലിലോട്ട് പോകുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. ഏത് റേഷ്യോയില്? ഇവിടെ തന്നിരിക്കുന്ന 3:2 റേഷ്യോയില്. ക്ലിയർ? ഇതാണ് ഫിഫ്ത്ത് മെത്തേഡ്. ഇത് അഞ്ചാമത്തെ സിറ്റുവേഷൻ ആണ്, സോറി 6ാമത്തെ സിറ്റുവേഷൻ ആണ്. നോട്ട് ഇൻ എ പൊസിഷൻ ടു ബ്രിങ് ക്യാഷ്. അതായത് നമ്മുടെ ഈ ന്യൂ പാർട്ട്ണർ നമ്മളെ ബിസിനസ്സിലോട്ട് വരുമ്പോൾ അദ്ദേഹം ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവരുന്നേ ഇല്ല, പക്ഷെ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കുക. ഒന്നുമില്ലടാ, നമ്മളിപ്പം 4ാമത്തെ സ്റ്റേജ് പറഞ്ഞില്ലേ, പകുതി കൊണ്ടുവരുമ്പോ അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരാണ്ടിരിക്കുമ്പോ ആ കൊണ്ടുവരാണ്ടിരിക്കുന്ന 6,000 ക്യാപിറ്റലിന് പിടിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, സെയിം സംഗതി തന്നെ ഇവിടെ ഫുൾ ഉണ്ടോ അല്ലെങ്കിൽ ആ ഫുൾ എമൗണ്ട് എവിടെ നിന്ന് പിടിക്കും? ക്യാപിറ്റലിന് പിടിക്കും. ക്ലിയർ? അപ്പോൾ അതാണ് ഈ സിറ്റുവേഷൻ. ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. NS ഇതാണ് പാർട്ട്നേഴ്സ്, അവരുടെ റേഷ്യോ 3:2 ആണ്. പുതിയതായിട്ട് ബിസിനസ്സിലോട്ട് വരുന്നത് O ആണ്, അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1/4 ആണ്. ഓക്കെ, ഇനി ക്യാപിറ്റൽ ഈ O കൊണ്ടുവരുന്നത് 1,50,000 ആണ്. ഗുഡ്വിൽ എന്ന് പറയുന്ന സംഗതി അദ്ദേഹം കൊണ്ടുവരുന്നേ ഇല്ല. ഓക്കെ, ഇനി O കൊണ്ടുവരുന്ന അല്ലെങ്കിൽ O ബിസിനസ്സിലോട്ട് വരുന്ന ആ സമയത്ത്, ഓന്റെ അഡ്മിഷന്റെ സമയത്ത് ആ സ്ഥാപനത്തിന്റെ ടോട്ടൽ ഗുഡ്വിലാണ് ഇവിടെ തന്നിരിക്കുന്നത് 1,20,000. അതായത് ഇവിടെ O എന്ന് പറയുന്ന വ്യക്തി ബിസിനസ്സിലോട്ട് വരുന്നുണ്ട്, ഗുഡ്വിൽ എന്ന് പറഞ്ഞ സംഗതി കൊണ്ടുവരുന്നേ ഇല്ല. ഇനി എത്രയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല, കൊണ്ടുവരേണ്ടത് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അതിന് പകരം സ്ഥാപനത്തിന്റെ ടോട്ടൽ ഗുഡ്വിലാണ് തന്നിരിക്കുന്നത്. എപ്പോ? ആ O ബിസിനസ്സിലോട്ട് വരുന്ന സമയത്ത് സ്ഥാപനത്തിന്റെ ടോട്ടൽ ഗുഡ്വിൽ 1,20,000 ആണ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ പോർഷൻ ഓഫ് ഗുഡ്വിൽ കണ്ടുപിടിക്കാൻ വേണോ, മാത്രമല്ല അതിന്റെ ജേണൽ എൻട്രി പാസ് ചെയ്യാൻ വേണം. ക്ലിയർ? നോക്കിക്കോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം ഓയുടെ പോർഷൻ ഓഫ് ഗുഡ്വിൽ കണ്ടുപിടിക്കാം. എളുപ്പം കണ്ടുപിടിക്കാം. സ്ഥാപനത്തിന്റെ ടോട്ടൽ ഗുഡ്വിൽ 1,20,000 ആണല്ലോ. അപ്പോൾ ടോട്ടൽ ഗുഡ്വിൽ 1,20,000 ആണെങ്കിൽ ഓന്റെ പോർഷൻ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓസ് ഗുഡ്വിൽ എങ്ങനെ കണ്ടുപിടിക്കാം? 1,20,000 ഇൻറ്റു അദ്ദേഹത്തിന്റെ പോർഷൻ എത്രയാണ് വരുന്നത്? 1/4 അല്ലേ? 1/4 1,20,000 4 ഭാഗമാക്കി കഴിഞ്ഞാൽ എത്രയാന്നുള്ളത്? 3 12 30,000. അപ്പോൾ ശരിക്കും ആക്ച്വലി ബിസിനസ്സിലോട്ട് നമ്മൾ വരുന്ന O കൊണ്ടുവരേണ്ട ഗുഡ്വിൽ എത്രയാ? 30,000. അപ്പൊ അത് കൊണ്ടുവരുന്നേ ഇല്ല. അപ്പോൾ ഇത്രയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇത് എന്ത് ചെയ്യണോ? നേരത്തെ നമ്മൾ എടുത്ത പോലെ ഇദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ നമ്മൾ പിടിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ആരാ? ഓസ് ക്യാപിറ്റൽ. ഓസ് ക്യാപിറ്റൽ 1,50,000. അത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഗുഡ്വില് നമ്മൾ അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിന് പിടിക്കുന്നതായിട്ട് കാണിക്കണം. ഓക്കെ, അപ്പോൾ ക്യാപിറ്റലിന് പിടിക്കുമ്പോൾ ഓന്റെ ക്യാപിറ്റൽ 1,50,000 ഇതിന്റെ അകത്ത് നല്ലേ പിടിക്കുന്നത്. അപ്പൊ ഇവിടെ ക്രെഡിറ്റഡ് ആയിട്ടുള്ള ഈ എമൗണ്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണോ? 30,000 പിടിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഓസ് ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ എത്ര? 30,000. എന്നിട്ട് ഈ പൈസ കംപ്ലീറ്റ് എടുത്തിട്ട് എങ്ങോട്ട് കൊണ്ടുകൊടുക്കണോ? നമ്മൾ ഓൾറെഡി സാധാരണ ഇതിൽ എങ്ങനെയാ ചെയ്യല്?
എടുത്തിട്ട് ഓൾഡ് പാർട്ട്നേഴ്സിലേക്ക് മാറ്റുന്നു. അപ്പോൾ ടു എൻ ക്യാപിറ്റൽ എസ് ക്യാപിറ്റൽ ടു എസ് ക്യാപിറ്റൽ ഏത് റേഷ്യോയില 3:2 അല്ലേ? അപ്പോൾ 30,000 18,000 12,000 ആയിട്ട് മാറ്റും. 18,000 12,000 ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരിക. ഓക്കെ, ഇത് ഒരു പൈസയും കൊണ്ടുവരാതിരിക്കുമ്പോൾ അത് നേരത്തെ കുറച്ച് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ പകുതി പൈസ ഗുഡ്വില്ലായിട്ട് കൊണ്ടുവന്നപ്പോൾ ബാക്കി പകുതി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിൽ നിന്ന് പിടിച്ചാണ്. സെയിം ഇവിടെ ഫുള്ളും ക്യാപിറ്റലിൽ നിന്ന് പിടിക്കുന്നു, അത്രയും വ്യത്യാസമുണ്ട്. എമൗണ്ട് മാറുന്നതേ ഉള്ളൂ, സിറ്റുവേഷൻ കറക്റ്റ് അത് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇതാണ് 6th മെത്തേഡ്. ഇനി 7th മെത്തേഡ് എന്താണെന്നുള്ളത് നോക്കാം.